ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ മൂന്നെണ്ണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 2t പ്ലസ് 6ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞാൽ 2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പ്ലസ് 6 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ആണ്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതുപോലെ 19th ക്വസ്റ്റ്യനും അതെ, എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ, എ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 പ്ലസ് ബി ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പ്ലസ് സി ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എന്ന് വരും. അടുത്തത് സൈൻ പൈ ടി. അപ്പോൾ സൈൻ ഒമേഗ ടിയുടെ ഫോർമുലയ്ക്കകത്ത് നമ്മൾ ഒമേഗയ്ക്ക് പകരം പൈ കൊടുത്തു കഴിയുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് പൈ ടി കിട്ടും. ഇനി നമുക്കുള്ളത് ടി സ്ക്വയർ ഇ റേസ് ടു മൈനസ് 3ടിയുടെ ഫോർമുല. അപ്പോൾ ടി സ്ക്വയറിന്റെ ഫോർമുല നമുക്കറിയാം, ടി റേസ് ടു എൻ ആണെങ്കിൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എക്സ് റേസ് ടു എൻ പ്ലസ് ആണ്. അത് 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് ക്യൂബ് ആണ്. ആ എസിന്റെ അകത്ത് എസ് മൈനസ് മൈനസ്, അപ്പോൾ എസ് പ്ലസ് 3 വെച്ച് റീപ്ലേസ്, എസ് വരുന്നിടത്ത് എസ് പ്ലസ് 3 വെച്ച് റീപ്ലേസ് ചെയ്താൽ ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് ഇത് കിട്ടും. ഇനി ഇവിടെ 5 ഇ റേസ് ടു 2t സൈൻ എച്ച് 2t. അപ്പോൾ 5 ഇ റേസ് ടു 2t സൈൻ എച്ച് 2t ചെയ്യാൻ വേണ്ടി 5 ആദ്യം പുറത്തെടുക്കുമ്പോൾ 5 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 2t ഇൻറ്റു സൈൻ എച്ച് 2t വരും. അപ്പം ഇ റേസ് ടു 2t ഇൻറ്റു സൈൻ എച്ച് 2t ചെയ്യുമ്പം സൈൻ എച്ച് 2tയുടെ ഫോർമുലയ്ക്കകത്ത് എസിന് പകരം എസ് മൈനസ് 2 വെച്ച് റീപ്ലേസ് ചെയ്തിരിക്കും. അത് ബാക്കി 3 ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണിക്കും. അപ്പം ആദ്യം നമുക്ക് 23rd ക്വസ്റ്റ്യൻ ചെയ്യാം. 23rd ക്വസ്റ്റ്യൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി കോസ് സ്ക്വയർ ടി ബൈ 2. അത് നമുക്ക് കോൺസ്റ്റന്റ് പുറത്തെടുത്താൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു കോസ് സ്ക്വയർ ടി ബൈ 2. ഇനി കോസ് സ്ക്വയർ ടി ബൈ 2നെ നമുക്ക് 1 പ്ലസ് കോസ് ടി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാലോ. കോസ് സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഫോർമുല. അപ്പം കോസ് സ്ക്വയർ ടി ബൈ 2 എന്ന് പറയുമ്പോൾ 1 പ്ലസ് കോസ് ടി ബൈ 2 ആണ്. Therefore, Laplace transform of 2 e raised to minus t cos square t by 2 will be equal to 2 into Laplace transform of e raised to minus t into cos square t by 2 എന്ന് പറയുമ്പം അത് 1 പ്ലസ് കോസ് ടി ബൈ 2 ആണ്. അതിൻ്റെ അകത്തൊരു ബ്രാക്കറ്റും കൂടി ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിനെ ഈ 1/2 നമുക്ക് പുറത്തെടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഓൾറെഡി ഒരു 2 പുറത്തുണ്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി 1/2 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി. ഓൾറെഡി ഉള്ള 2 നമ്മൾ പുറത്തിട്ടു. പിന്നെ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു 1 പ്ലസ് കോസ് ടി ബൈ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 ഇ റേസ് ടു മൈനസ് ടി പ്ലസ് 1/2 ഇ റേസ് ടു 1/2 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/2 ഇ റേസ് ടു മൈനസ് ടി കോസ് ടി എന്ന് വരും. അപ്പോൾ ഈ 1/2 കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ഈ 1/2 ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെയും 1/2 ഇവിടെയും 1/2 പുറത്തെടുക്കുക. ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു കോസ് ടി എന്ന് വരും. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ടി എന്ന് പറയുന്നത് നമുക്കറിയാം എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. കോസ് ടിയുടേത് എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. Therefore, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി, ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. Therefore, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി കോസ് ടി എന്ന് പറയുമ്പം കോസ് ടിയുടെ ഫോർമുലയ്ക്കകത്ത് എസിന് പകരം എസ് മൈനസ് മൈനസ് എസ് പ്ലസ് 1 വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. അതാണ് ലാപ്ലേസ്. Therefore, നമുക്ക് വേണ്ടത് എന്താ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2 ഇ റേസ് ടു മൈനസ് ടി കോസ് സ്ക്വയർ ടി ബൈ 2 ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി കോസ് ടി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി, ഇ റേസ് ടു എ ടിയുടേത് 1/s മൈനസ് ആണ്, അത് 1/s പ്ലസ് 1 പ്ലസ് അടുത്തത് ഇത് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഇനി നമുക്ക് സൈൻ എച്ച് ടി കോസ് ടി എന്നുള്ളത് ചെയ്യാം. സൈൻ എച്ച് ടി കോസ് ടി
24th ക്വസ്റ്റ്യൻ സൈൻ എച്ച് ടി കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനാണ്. അപ്പോൾ സൈൻ എച്ച് ടി കോസ് ടി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ സൈൻ എച്ച് ടിയെ ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ 2 എന്ന് എടുക്കാം. അപ്പോൾ അത് സൈൻ എച്ച് ടി ഇൻറ്റു കോസ് ടി. അപ്പോൾ അത് 1/2 കോമൺ ആയിട്ട് എടുത്താൽ ഇ റേസ് ടു ടി കോസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടി കോസ് ടി എന്ന് വരും. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു ടി കോസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടി കോസ് ടി ബൈ 2. Therefore, Laplace transform of sin h t cos t is equal to Laplace transform of 1/2 into e raised to t cos t minus e raised to minus t cos t എന്ന് വരും. 1/2 കോമൺ ആയിട്ട് എടുത്താൽ 1/2 into Laplace transform of e raised to t cos t minus Laplace transform of e raised to minus t cos t എന്ന്. ഇവിടെ നമുക്ക് ഷിഫ്റ്റിംഗ് തിയറി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം എഴുതിയതുകൊണ്ട്, പക്ഷേ എക്സാമിന് നിങ്ങൾ ചെയ്യണം. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ എഴുതിയതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. എക്സാമിന് നിങ്ങൾ ഷിഫ്റ്റിംഗ് തിയറി എഴുതിക്കണം. അപ്പം 1/2 ഇൻറ്റു ഇ റേസ് ടു ടി കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് s-1 വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് s/s² + 1 ആണ്. അപ്പോൾ അത് s-1 ഡിവൈഡഡ് ബൈ s-1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. അടുത്തത് ഇ റേസ് ടു മൈനസ് ടി ആണ്. അപ്പം s+1 വെച്ച് റീപ്ലേസ് ചെയ്യാം. s+1 ഡിവൈഡഡ് ബൈ s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ആവും 1/2. ഇത് s-1, ഇത് s² മൈനസ് 2s. ഇവിടെ +1ഉം +1ഉം കൂടെ 2 വരും. മൈനസ് s+1 ഇൻറ്റു ഇവിടെ s² പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1 ചെയ്യുമ്പോൾ 2 വരും. നമുക്കിതിന് ഇനി LC എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പം 1/2 s-1 ഇൻറ്റു s² പ്ലസ് 2s പ്ലസ് 2 മൈനസ് s+1 ഇൻറ്റു s² മൈനസ് 2s പ്ലസ് 2 ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ s² പ്ലസ് 2 രണ്ടിടത്തും കോമൺ. അപ്പോൾ ഇനി നമുക്ക് s² പ്ലസ് 2 മൈനസ് 2s s² പ്ലസ് 2s പ്ലസ് 2. അപ്പോൾ s² പ്ലസ് 2നെ നമ്മൾ ഒറ്റ ടേം ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് a മൈനസ് ബിയും ഇത് a പ്ലസ് ബി ആണ്. അപ്പോൾ നമുക്ക് അതിന് a² മൈനസ് b² ഫോം ചെയ്താൽ, അപ്പം s² പ്ലസ് 2 a ടേം മൈനസ് 2sഉം പ്ലസ് 2s അത് ബി ടേം. അപ്പം മൈനസ് 2s ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം s വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം s³ പ്ലസ് 2s² പ്ലസ് 2s മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും മൈനസ് s² മൈനസ് 2s മൈനസ് 2. ഇതാണ് ഫസ്റ്റ് 2 ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം. മൈനസ് അടുത്ത് നമ്മൾ ചെയ്യുമ്പം s+1 ഇൻറ്റു ദിസ് ചെയ്യുമ്പം s³ മൈനസ് 2s² പ്ലസ് 2s പ്ലസ് s² മൈനസ് 2s പ്ലസ് 2 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് x² പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ x⁴ പ്ലസ് 4s² പ്ലസ് 4 മൈനസ് 2s ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം അത് 4s² എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു s³ പോയി 2s² മൈനസ് s². അപ്പോൾ ഇത് s² ആണ്. s³ പോയി 2s-ഉം 2s ടേമും പോയി. അപ്പോൾ നമ്മൾ മിച്ചമുള്ള ടേംസ് നമ്മൾ നോക്കുവാണെങ്കിൽ 2s² മൈനസ് s², ഇവിടെ പ്ലസ് s² വരും. ഇവിടെ പ്ലസ് 2s² മൈനസ് s². s², ഇവിടെ ഒരു s², ഇവിടെ ഒരു s². അപ്പം 2s². 2s ടേം ഇവിടെയുണ്ട്. ഇവിടെ മൈനസ് 2s ഉണ്ട്, അത് പോയി, s² ടേം പോയി. പിന്നെ ഇവിടെ ഒരു -2, ഇവിടെ ഒരു -2, ഇപ്പോൾ -4 വരും. ഇവിടെ
2s പോയി. അപ്പോൾ 2s² - 4 ഡിവൈഡ് ബൈ 4s² പോയിട്ട് s⁴ പ്ലസ് 4 എന്ന് വരും. ഇതിനകത്ത് നമുക്ക് 2 കോമൺ ആയിട്ട് എടുത്താൽ s² - 2 ഈ 2ഉം കൂടെ പോകും. s² - 2 ഡിവൈഡ് ബൈ x⁴ പ്ലസ് 4 എന്ന് വരും. ഇനി 25th ക്വസ്റ്റ്യൻ ആണ്. 25th ക്വസ്റ്റ്യൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ e⁻t. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടി t പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ കാണാം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t² പ്ലസ് 2t പ്ലസ് 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t² പ്ലസ് 2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ആണ്. അപ്പം t²ൻ്റേത് 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ x³, 2 ഇൻറ്റു ടിയുടേത് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ s², 1/s². ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 1/s ആണ്. അപ്പോൾ നമ്മൾ അതിനെ LC എടുത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അത് LC എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു s³ ആണ്, 2s പ്ലസ് s². അപ്പോൾ 2 പ്ലസ് 2s പ്ലസ് s² ഡിവൈഡഡ് ബൈ s³. അപ്പം ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വന്നേക്കുന്നത്. നമുക്കിനി എന്തിൻ്റെയാണ് വേണ്ടത്? നമുക്ക് e⁻t. അപ്പോൾ എന്ത് ചെയ്യണം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at f(t). നമ്മൾ ആ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എന്താ? f(s - a). ഇവിടെ എക്ക് പകരം 1 ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എസ്സുകളെയെല്ലാം നമ്മൾ s-1 വെച്ച് റീപ്ലേസ് ചെയ്ത് എഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t പ്ലസ് 1² e⁻t ഈസ് ഈക്വൽ ടു t പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുല നമുക്കുണ്ട്. ആ ഫോർമുലയ്ക്കകത്തോട്ട് എസിന് പകരം s-1 വെച്ച് റീപ്ലേസ് ചെയ്യാം. 2 പ്ലസ് 2 ഇൻറ്റു s-1 പ്ലസ് s-1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ s-1 ദ ഹോൾ ക്യൂബ്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 പ്ലസ് 2s മൈനസ് 2s മൈനസ് 2 പ്ലസ് s² മൈനസ് 2s പ്ലസ് 1 ഡിവൈഡഡ് ബൈ s-1 ദ ഹോൾ ക്യൂബ് എന്ന് വരും. അപ്പം 2ഉം 2ഉം പോയി, 2sഉം 2sഉം പോയി. ഇത് s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s-1 ദ ഹോൾ ക്യൂബ് എന്ന് പറയും. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്.